press the bell icon on the YouTube app and never miss another update. ഒത്തിരി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കുറെ പേരിങ്ങനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ക്യാരക്ടർ കൊണ്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ്. ഊമപ്പെണ്ണിന്റെ ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിലൂടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ ഏകദേശം 17 വർഷങ്ങൾക്ക് ഇപ്പുറവും പകരം വെക്കാനില്ലാത്ത ഒരു മഹാനടനായി ഉയർന്ന നമ്മുടെ എല്ലാവരുടെയും ജയേട്ടൻ. അദ്ദേഹത്തിന്റെ കൈകളിൽ ആദ്യം മുതൽ കൊടുത്തിരുന്ന കഥാപാത്രങ്ങൾ അത്രയും ഭദ്രമായിരുന്നു. ആൻഡ് വി ഓൾ നോ ദാറ്റ് ആളൊരു പ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകാരനാണ്. സോ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ജയേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. So ladies and gentlemen, put your hands together to invite the versatile actor Jayasurya. Welcome Jay. ഇനി കുറച്ചു പേരെ കൂടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജ് ഒന്ന് ഫുള്ളാകും. ഓക്കെ, അപ്പോൾ അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ വെരി ഗോർജിയസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള വ്യക്തിയെയാണ്. അരവിന്ദിന്റെ അതിഥികൾ എന്ന ഒരൊറ്റ സിനിമ മതി ഈ ആക്ട്രസിനെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. ഭാഗ്യദേവത, ലവ് 24x7 തുടങ്ങിയ ഒരുപാട് മലയാള ചിത്രങ്ങൾ ഇപ്പോൾ തമിഴിലും പിച്ചുവീഴ്ച തുടങ്ങിയിരിക്കുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മലയാളത്തിന്റെ സ്വന്തം പുത്രിയായ നിഖില വിമലിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നിഖില വിമലിനെയും ക്ഷണിക്കാം. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് റേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ഉണ്ട്. കേക്ക് എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ ഒരു പ്രതീകമാണ്. നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോഴാണ് അത് ഇരട്ടിയാവുക, അല്ലേ? മധുരം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ സന്തോഷവും നമുക്ക് ഇരട്ടിയാക്കാം. ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ നമ്മുടെ MD ആയിട്ടുള്ള സോനയും നമ്മുടെ ജയസൂര്യ സോനയും ചേട്ടാന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതല്ലേ. നിഖില വിമലിനെയും അലോങ് വിത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 വ്യക്തികളെ കൂടി ഒരുമിച്ച് ചേർന്ന കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. KMRന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള, ഓരോ കേരളീയനും ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കും ഇത്. ബിക്കോസ് ഇത്ര ചെറിയ വർഷം കൊണ്ട് ഇത്രയേറെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിന് മധുരമേകാൻ, ആ ഒരു സന്തോഷത്തിന് മധുരമേകാൻ നമ്മുടെ കൂടെ ഇന്നിവിടെയുള്ളത് നമ്മുടെ സ്വന്തം ജയേട്ടനും ആൻഡ് മലയാളത്തിന്റെ സ്വന്തം പുത്രിയുമായിട്ടുള്ള നിഖിലയുമാണ്. എനിക്കറിയാം നമ്മൾ ഈ 2 വ്യക്തികളെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഒന്ന് സംസാരിക്കാതെ പോകുന്നത് ഇവരെ കുറിച്ച്, അല്ലെങ്കിൽ ഇവരുടെ അപ്കമിങ് മൂവീസ്, അല്ലെങ്കിൽ ഇവർക്ക് മെട്രോയിൽ യാത്ര ചെയ്തിട്ടല്ലേ വന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ യെസ്, നമുക്ക് അവരെ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തുവാണെങ്കിൽ എല്ലാവർക്കും കാണാം, അല്ലേ? അപ്പോൾ 2 പേരും ഒന്ന് നമ്മുടെ കൂടെ. യെസ്, അപ്പോൾ ആദ്യം തന്നെ ജയേട്ടനോട് ലേഡീസ് ഫസ്റ്റ്. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പുത്രി നിഖില വിമൽ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മെട്രോയിലുള്ള ജേർണി? മെട്രോയിൽ ഇവിടെ നമ്മുടെ KMRൽ ആദ്യമായിട്ടാണോ? അല്ല, സ്ഥിരം യാത്ര KMRലാണോ? ആണ്.
നമ്മുടെ മെട്രോയിലാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ എന്താണ് എക്സ്പീരിയൻസ് പറയൂ, ഇനി വരുന്ന മൂവീസ് പറയൂ, എന്താണ് വിശേഷം എന്നുള്ളത് നമ്മൾ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. കൊച്ചി മെട്രോയുടെ 2 കോടി ആൾക്കാർ ട്രാവൽ ചെയ്തതിന് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മെട്രോയിൽ എൻ്റെ ഫസ്റ്റ് ടൈം അല്ല, ഞാൻ അധികവും ലുലുവിൽ വന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ലുലുവിലേക്ക് വരാൻ ട്രാഫിക്കൊക്കെ കഴിഞ്ഞിരിക്കും സമയമാവുമെന്നുള്ളതുകൊണ്ട് എപ്പോഴും മെട്രോ ഓപ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ സേഫാണ് നമ്മൾക്ക് ട്രാവൽ ചെയ്യാനും, അതുമാത്രമല്ല പെട്ടെന്ന് എത്തുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ മെട്രോ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മെട്രോ എൻ്റെ ഫസ്റ്റ് ജേർണി അല്ല. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 കോടി ആൾക്കാർ പിന്നിട്ടിരിക്കുന്നു മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് വലിയ സംഭവമായിട്ട്, കാരണം 2 കോടി എന്ന് പറയുന്നത് ഇത്രയും ചെറിയ കാലം കൊണ്ടെന്ന് പറയുമ്പോൾ അതിൽ എക്സൈറ്റ്മെൻ്റ് ഒന്നും, കാരണം കൊച്ചിയിലുള്ള ആൾക്കാർ അധികവും ഓപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്താൽ പിന്നെയും ട്രാവൽ ചെയ്യാൻ തോന്നുന്ന ഒരു സംഗതിയാണ് മെട്രോ എന്ന് പറയുന്നത്. സോ ഇനിയും ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ടാവട്ടെ മെട്രോന്ന്, ഇനിയും ഒരുപാട് വികസിക്കട്ടെ നമ്മുടെ നാട്. ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, എൻ്റെ അടുത്ത പടം റിലീസുണ്ട്. ഏപ്രിൽ 5-ാം തീയതിയാണ്. വേറാനാം ഷാജി എന്നാണ് പടത്തിൻ്റെ പേര്. സോ ഏപ്രിൽ 5-ാം തീയതി പടം വരുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഒരു മൂവി എല്ലാവരും പോയി കാണല്ലേ? സപ്പോർട്ട് ചെയ്യില്ലേ? നമ്മള് റെസ്പോൺസ് ഇല്ലല്ലോ, സപ്പോർട്ട് ചെയ്യില്ലേ? യെസ്, ഷുവർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. ആൻഡ് ജയേട്ടാ, എന്താണ് പറയാനുള്ളത്? കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനില്ല. എന്തായാലും കൊച്ചിക്കാരൻ ആയതിൽ പൂർണ്ണമായിട്ടും അഭിമാനിക്കുന്നു. കാരണം ഇപ്പം നേരത്തെ നിഖില പറഞ്ഞതുപോലെ 2 കോടിയിലധികം തന്നെ ആളുകൾ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ചെറിയ നേട്ടമല്ല നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ച്. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അതിമനോഹരമായിട്ട് കൊണ്ടു നടക്കുന്ന മെട്രോ സ്റ്റേഷൻസ് ആണ് ഇവിടെയുള്ളത്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതും ഞാൻ ഹനീഷ് സാർ, അദ്ദേഹം കളക്ടറായിരുന്ന സമയം മുതൽ തന്നെ അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹം ഇത് ടേക്കപ്പ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ മുഖച്ഛായ മാറി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയും ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു, നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ കൊച്ചിയിലേക്ക് വരുന്നതല്ലേ, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കും നമ്മുടെ കേരളത്തിന്. എങ്കിൽ എനിക്ക് തോന്നുന്നു സിറ്റി ഓഫ് ഹാപ്പിനെസ് എന്ന് വിളിക്കാൻ പറ്റുന്ന സിറ്റിയാണ് നമ്മുടെ കൊച്ചി. എന്ത് മനോഹരമായ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഓരോ ഫാമിലിയും ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കൊച്ചി. അപ്പോൾ ഈ കൊച്ചിയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മെട്രോയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ. എനിക്ക് സന്തോഷമായിട്ട് വേറൊരു കാര്യം പറയാനുള്ള സാർ, മെട്രോ പണിയുന്ന റോഡുകൾ ഇത്രയും മനോഹരമാണ് സാർ. അതുപോലത്തെ റോഡൊക്കെ കേരളത്തിൽ ഫുള്ളുണ്ടെങ്കിൽ എന്തൊരു രസമായിരിക്കും. അപ്പോൾ അതും കൂടി തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ചൂണ്ടുപലകയായിട്ട് ഞാനതിനെ വിലയിരുത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ മെട്രോയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തകരെയും നമ്മൾ എന്താ പറയുക ഈ സമയത്തിൽ ഓർക്കുന്നു. ഞാൻ ഇതിന് മുമ്പ് മെട്രോയിൽ വന്നിരുന്നപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ 10-15 ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾക്ക് ജോലി കൊടുക്കാൻ പറ്റി എന്ന് പറയുന്നത് അത് മെട്രോയ്ക്ക് മാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലത്തെ കുറേ യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ മെട്രോയ്ക്ക് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. ഹനീഷ് സാറിൽ നിന്നും ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. Thank you so much. Thank you so much, Jada. And next, I would like to invite Hanish Sufu addressing the gathering. പ്രിയപ്പെട്ടവരെ, കൊച്ചി മെട്രോ റെയിൽ 2017 ജൂൺ മാസം 17-ാം തീയതി യാത്ര ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഇന്ന് 2019 മാർച്ച് മാസം 22-ാം തീയതി ആയിരിക്കുന്നു. 2 കോടി യാത്രക്കാർ കഴിഞ്ഞിരിക്കുന്നു. 18 കിലോമീറ്റർ മാത്രം ദൂരമുള്ള 16 സ്റ്റേഷനുകൾ മാത്രമുള്ള 1-ാം ഘട്ടത്തിന്റെ ഒരു ഭൂരിഭാഗം മാത്രം എത്തിയപ്പോൾ തന്നെ 2 കോടി യാത്രക്കാർ ആയെങ്കിൽ 3 മാസം കൂടി കഴിയുമ്പോൾ തൃപ്പൂണിത്തുറയിലേക്കുള്ള തൈക്കുടവും പേട്ടയും എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര ആയിരം യാത്രക്കാരാണ് വൈറ്റിലയിലും അതുപോലെ മനോരമ ജംഗ്ഷനിലും മറ്റും എത്തിച്ചേരുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അങ്ങോട്ട് ഒരുപാട് പടവുകൾ കടക്കാനുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ കൊച്ചി മെട്രോയ്ക്ക് ചെയ്യാൻ സാധിച്ചു. അത് ജോലി കൊടുത്തതാകാം, അതുപോലെ വനിതാ ജീവനക്കാർ പൂർണ്ണമായിട്ടും കുടുംബശ്രീ ഏറ്റെടുത്ത് നടത്തുന്ന വൃത്തിയും വെടുപ്പുമാക്കലാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു.
പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല. നിങ്ങളിൽ ഓരോരുത്തരുടെയും സ്നേഹവും ഹൃദയത്തിന്റെ അംഗീകാരവും അതുപോലെയുള്ള പൂർണ്ണമായിട്ടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ഞങ്ങളുടെ പ്രവർത്തനവും എല്ലാം സമന്വയിച്ചാൽ നിശ്ചയമായിട്ടും കൊച്ചി മെട്രോ രാജ്യത്തെ ഏറ്റവും മികച്ച മെട്രോ ആയി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഇന്ന് വാസ്തവത്തിൽ എൻ്റെ കൂടെ യാത്ര ചെയ്ത ജയസൂരി ആയാലും അതുപോലെ നിഖിലയായാലും അവരെല്ലാം തന്നെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ഇത്രയും വൃത്തിയും വെടുപ്പുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത് പോരാ, ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. കവിതകളും അതുപോലെ ഏറ്റവും മികച്ച വാക്യങ്ങളും എല്ലാം ആലേഖനം ചെയ്തിട്ടുള്ള ഇടങ്ങൾ, ഓരോ സ്റ്റേഷനും ഒരു തീം വെച്ചുകൊണ്ട് തിമാറ്റിക് ആയിട്ടുള്ള പ്രസന്റേഷൻ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങൾ അതെല്ലാം ചെയ്യുന്നു. വൈറ്റില മൊബിലിറ്റി ഹബും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കൊച്ചി മെട്രോയുടെ പ്രസ്ഥാനത്തിന്റെ ഹൃദയവുമായി ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സിംഫണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വേണ്ടിയിട്ട്